ദൈവമായ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്ന ജീവിതത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ യശയ്യാപ്രവാചന പുസ്തകം 40-ാം അധ്യായത്തിൽ 3, 4, 5 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിന്. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാക്കും, ദുർഘട പ്രദേശങ്ങൾ സമതലമാക്കും. കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, അവർത്തിരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. തീർച്ചയാണ് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മൾ വിശുദ്ധമാക്കുമ്പോൾ ദൈവത്തിന്റെ ആ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കാരണം പ്രതിസന്ധികളെ ദൈവത്തിലൂടെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. താഴ്വരകള് കർത്താവ് പറയുകയാണ് നികത്തപ്പെടും, മലകളും കുന്നുകളും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങള്, പ്രശ്നങ്ങള്, വെല്ലുവിളികള് ദൈവത്തിന്റെ സഹായത്തിലൂടെ മാറ്റപ്പെടുവാൻ സാധിക്കുമെന്നും മാറ്റമില്ലാത്ത ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ രക്ഷയുടെ പ്രത്യാശ ഈ വചനത്തില്, ദൈവത്തിന്റെ മഹിമ, രക്ഷയുടെ പ്രത്യാശ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം മരുഭൂമിയിലും ശബ്ദമുയർത്തുന്നവരായിട്ട്, നമ്മുടെ ദൈവത്തിന്റെ പാത തയ്യാറാക്കുന്നവരായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ദൈവം നിർദ്ദേശിച്ച പാതയിൽ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഈ പാത തെളിയുവാൻ വഴികാട്ടിയായിട്ട് നമ്മൾ മാറണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആന്തരിക പരിവർത്തനത്തിലൂടെ, ദൈവത്തിന്റെ പാത തയ്യാറാക്കലിലൂടെ വിശുദ്ധ ജീവിതത്തിനും പ്രത്യാശയ്ക്കും നമ്മളെ വിളിക്കുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ആത്മവിശ്വാസവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കൊട്ടുമുടുകളെയും താഴ്വരകളെയും നീക്കാനുള്ള ശക്തിയാണെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മരുഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ വെളിച്ചമായിട്ട് മാറുവാൻ, കുടുംബത്തിന്, സമൂഹത്തിന്, ദേശത്തിന്, ലോകത്തിന് അനുഗ്രഹമായി മാറുവാൻ ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. അമ്മേ മാതാവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. സകല വിശുദ്ധരോട് ചേർന്ന് വചനത്തിന്റെ കൊട്ട കിട്ടിയ യേശുനാമത്തിന്റെ ശക്തിയാൽ നമ്മളെ ഓരോരുത്തരെയും ഉദ്ധരിതമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.